ഏഷ്യ കപ്പിൽ പാക് ടീം കളിക്കും. 9 മണിക്ക് മത്സരം ആരംഭിക്കും. ഷിനോജ് സംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, അങ്ങനെ സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരം വരികയാണ്. പാകിസ്ഥാൻ ടീം ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ അവരെവിടെയാണ്? അവർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം സംഘാടകരായ ACC ഇന്ന് മത്സരം നടക്കും എന്നുള്ളൊരു സ്ഥിരീകരണം പുറത്തുവിട്ടിട്ടുണ്ട്. 7:30 തന്നെ, അതായത് യു.എ സമയം 7:30, ഇന്ത്യൻ സമയം 9 മണിക്ക് ആദ്യത്തെ ബോള് എറിയാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ACC പങ്കുവച്ചിട്ടുണ്ട്. 1 മണിക്കൂറാണ് ഇപ്പോൾ മത്സരം വൈകിയത്. അതോടൊപ്പം പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ മുഹസിൻ നഖ്വി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേഡിയത്തിലേക്ക് ടീമിനോട് പുറപ്പെടാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ അവിടെ എത്തും. മറ്റു വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കും എന്നൊരു ട്വീറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നത്തെ മത്സരം വളരെ നിർണായകമാണ്. UAE സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ പാക് ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഈ മത്സരത്തിന് ശേഷമാണ് സൂപ്പർ 4 ടീമുകളെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ മത്സരം നടക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെയും കൂടി ആവശ്യമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ എന്തിനു വേണ്ടിയാണോ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്, അക്കാര്യത്തിൽ തീരുമാനമാക്കി ആയിട്ടില്ല. മാച്ച് റഫറിയെ മാറ്റണം എന്നുള്ള തീരുമാനം ഇതുവരെ നടപ്പായിട്ടില്ല എന്നാണ് ക്രിക്കറ്റ് മാധ്യമങ്ങൾ പറയുന്നത്. അത് പിക്രോഫ്റ്റ് ഇതിൽ മാച്ച് റഫറിയായി തന്നെ തുടരും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. അത് നടക്കും, മത്സരം നടക്കും. അതായത് ഷിനോജ്, എന്താവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ടീം സ്റ്റേഡിയത്തിലേക്ക് എത്താതിരുന്നത്? ആ ആവശ്യം ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് സാരം. അതെ, അങ്ങനെ മാച്ച് റഫറിയെ മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ ഇതുവരെ ഒരു അന്തിമ നടപടി ACCയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അദ്ദേഹം മാച്ച് റഫറിയായി തുടരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. ഇന്നത്തെ മത്സരത്തിന് ശേഷം പാക് ക്രിക്കറ്റ് ടീം എന്തെങ്കിലും നിർണായകമായ തീരുമാനമെടുക്കുമോ എന്നുള്ള കാര്യത്തിലും നമുക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വിശദാംശങ്ങൾ വരുന്നേ ഉള്ളൂ എന്നുള്ള നിലയ്ക്കാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ശേഷം എന്ത് നിലപാട് പാക് ക്രിക്കറ്റ് ടീം എടുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അലീഷ, മത്സരം 9 മണിക്ക് തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴായിരിക്കും നടക്കുക? 7 മണിക്ക്, അതായത് UAE സമയം 7 മണിക്ക്, അതായത് നാട്ടിലെ 8:30 ടോസ് നടക്കും. 7:30 ആദ്യത്തെ ബോളിംഗ് ആരംഭിക്കുമെന്നാണ് ACC അറിയിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ വൈകി. നേരത്തെ ഇവിടുത്തെ സമയം 6:30, അതായത് നാട്ടിലെ 8 മണിക്കാണ് മത്സരം ആരംഭിക്കേണ്ടിയിരുന്നത്. അത് 1 മണിക്കൂർ വൈകി ആരംഭിക്കുന്നു എന്നുള്ളതാണ് ACC അറിയിച്ചിട്ടുള്ളത്. നാട്ടിലെ 8:30 ടോസ് നടക്കുകയും 9 മണിക്ക് മത്സരം ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ. അലീഷ, ഷിനോജ, ഈ മത്സരത്തിന് ശേഷം മറ്റു നടപടികൾ അതിനുശേഷം തീരുമാനിക്കുമെന്ന നിലപാടിലാണോ ഇപ്പോൾ PCB ഉള്ളത്? PCB അത്തരമൊരു നിലപാടിലാണ് ഉള്ളത് എന്നാണ് PCBയുടെ ചെയർമാൻ മുഹസിൻ നഖ്വി നൽകിയ ട്വീറ്റിൽ ഉള്ളത്. അതായത് ഇപ്പോൾ ഞങ്ങൾ മത്സരത്തിന് തയ്യാറാകുന്നു, ടീമിനോട് സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പിന്നീട് പങ്കുവയ്ക്കാം എന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ലാഹോറിൽ ഇദ്ദേഹം PCBയുടെ മറ്റ് മുതിർന്ന നേതാക്കളെ, മുൻ മേധാവികൾ, അതേപോലെ തന്നെ ഭാരവാഹികളൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് മുഹസിൻ നഖ്വി ഇത്തരമൊരു ട്വീറ്റ് നടത്തിയിട്ടുള്ളത്. ടീം പുറപ്പെടുന്നു, ഇന്നത്തെ കളി നടക്കുന്നു, അതിനുശേഷം വിശദാംശങ്ങൾ PCB പിന്നീട് അറിയിക്കുമെന്നാണ് പറയുന്നത്. അലീഷ, യെസ്, അങ്ങനെ ഏതായാലും അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ UAE മത്സരം 9 മണിക്ക് ആരംഭിക്കും. 8:30 ടോസ് നടക്കും. പാകിസ്ഥാൻ ടീം ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. വിവരങ്ങൾ നൽകിയത് ഷിനോജ് ആണ്.